ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ചെയ്യുന്നത്. നല്ല നെയ്യും പഞ്ചാരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പി. ശരിക്കും ഇത് ഒരാഴ്ചയൊക്കെ കേടാകാതെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് മൈദ തന്നെയാണ്. ഞാനിവിടെ 2 കപ്പ് 250 ml കപ്പിൻ്റെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, കൂടുതൽ ഇടരുത് ബേക്കിംഗ് സോഡ കേട്ടോ, അപ്പോൾ വളരെ സോഫ്റ്റായി പോകും. അതുപോലെ തന്നെ പാകത്തിന് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു അല്പം ഉപ്പും ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണക്കാക്കി നെയ്യും ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നനക്കുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് പൊടി പോലെ ഒന്ന് നനച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോകാതെ കുറേശ്ശെ തന്നെ ഒഴിച്ച് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് സെറ്റാവാൻ വേണ്ടി നമുക്കിത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വറുത്ത അരിപ്പൊടി 2-2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ നിറയെ നല്ല ക്വാളിറ്റിയുള്ള നെയ്യ് തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ, എന്നാലോ ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കൂടുതൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ക്രീമി ടെക്സ്ചറായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് പഞ്ചസാരയും നെയ്യും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നെയ്യ് കുറച്ച് കൂടുതൽ വേണം. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് നിറയെ പഞ്ചസാര ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിളച്ച് വറ്റണ്ട കേട്ടോ, ഒരുവിധം പകുതി വറ്റാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ മാവും ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഈ മാവ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു 8 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സെറ്റ് 4 എണ്ണമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 സെറ്റ് ചെയ്യാൻ 8 പീസസ് വേണം. ഇനി ഇതിൽ നിന്നും ഓരോ ബോൾ എടുത്തിട്ട് നമ്മൾ അല്പം മാവ് തൂക്കിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ കട്ടി കുറച്ച് തന്നെ പരത്തിയെടുക്കുക. ഇപ്പോൾ 8 ചപ്പാത്തി ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിലാകാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ നെയ്യും അരിപ്പൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ള ക്രീം മിക്സ് ഇതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ഒരു പരത്തിയ ചപ്പാത്തി വെച്ച് നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഗീ മിക്സ് നെയ്യും മിക്സ് നല്ലോണം തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മേലെ ചപ്പാത്തി വെക്കുക, വീണ്ടും തേക്കുക, വീണ്ടും അങ്ങനെ ഏറ്റവും മേലെ നെയ്യുടെ മിക്സ് വരുന്ന വിധത്തിൽ നമ്മൾ ഈ 4 എണ്ണം ഒരേ ലെവലിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടി വരും മൈദയല്ലേ. പിന്നെ നെയ്യും അതെല്ലാം കൂടെ ചേർത്താണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്, നല്ലോണം തന്നെ ഒട്ടിയും വരും ഇത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും എഡ്ജസൊക്കെ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, വലിയ ജോലിയൊന്നുമില്ല. കണ്ടോ, ഇനിയിപ്പോൾ ഇതുപോലെ ഓരോന്നെടുത്തിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വിരൽ വെച്ച് നമ്മൾ തമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാട് പ്രസ് ചെയ്യണ്ട. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമ്മൾ പരത്തിയിട്ട് അതുപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 8 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്, 4 എണ്ണം ഫസ്റ്റ് ഉണ്ടാക്കി, ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഷുഗർ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ കയ്യിലൊട്ടുന്ന പരുവത്തിൽ വേണ്ട കേട്ടോ, ഒരുവിധം തിളച്ച് പറ്റുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഷുഗർ സിറപ്പ് കട്ടാവാതിരിക്കണം, നല്ലതാട്ടോ. അങ്ങനെ പെട്ടെന്ന് അത് വിട്ടുപോയതാണ് ചേർക്കാൻ.
അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലും അവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5-6 വെച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ തീരെ കട്ടിയില്ലാതെയല്ലേ നമ്മൾ മൈദയൊക്കെ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ കഴിക്കുമ്പോൾ നമുക്കിത്. ഇതിപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ 25 നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ ചെറിയ ചൂടിലുള്ള ഒരു വാമായിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അല്പം ചൂടിൽ തന്നെയുള്ള ഈ ഫ്രൈ ചെയ്തത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ടും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഒരു 5-10 മിനിറ്റ് ഇതിലേക്കൊന്ന് സോക്കായി വരുമ്പോൾ നമുക്ക് എടുത്ത് കോരിയെടുത്ത് വേറെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഷുഗർ സിറപ്പിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. നല്ല കഴിക്കാൻ പാകത്തിനായിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. കണ്ടോ, ശരിക്കും ഇത് സിന്നാമൺ റോളൊക്കെ പോലെ ഉണ്ടല്ലോ, നല്ല റോളായിട്ട് തന്നെ നമുക്കിത് ഇടിയിച്ചെടുക്കാം. അത്യാവശ്യം ക്രിസ്പിനെസ്സും നല്ല സ്വീറ്റും നെയ്യുടെ ഒക്കെ ടേസ്റ്റായിട്ട് ഇതൊരാഴ്ചയൊക്കെ നമുക്ക് എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് കേടാകാതെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.